കമ്മികളെ സംബന്ധിച്ച് അസഹനീയമായ അളവിൽ ശ്രീ ഷാജൻ സ്കറിയ വളർന്നു പോയി എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഇവനെ നിയമപരമായിട്ടും നമുക്കൊന്നും നേരിടാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു കൊനഷ്ടം ഉണ്ടാക്കിയാൽ തന്നെ അതും ജനങ്ങൾ വിശ്വസിക്കില്ല, എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി പറ്റുന്ന ഏക മാർഗം കയ്യിൽ കിട്ടുമ്പോൾ നല്ല പൊത്തുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മൂല്യവും സ്വാധീനശേഷിയും എത്ര കണ്ട് ശക്തമാണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ, അല്ലേ? അദ്ദേഹത്തിൻ്റെ വാഗുണ്ട് 2 പ്രാവശ്യം എൻ്റെ പേര് പരാമർശിച്ചപ്പോൾ ഏതാണ്ട് 1.25 ലക്ഷം ആളുകളാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടിലേക്ക് വന്ന് കയറിയത്. അപ്പോൾ അത്രയും സ്വാധീന ശക്തിയുള്ള ഒരു മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റായ ആളുകൾ അദ്ദേഹത്തെ ദുരുപയോഗിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്, ഉറപ്പായിട്ടും കാണുന്നുണ്ട്. കാരണം ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ കള്ളന്മാർക്ക് തെളിവുകൾ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ശക്തമായ തെളിവ് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഒരു വ്യാജ തെളിവ് ശ്രീ ഷാജൻ സ്കറിയയുടെ മുന്നിലേക്ക് എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയത്തിന് പാത്രമാകുന്ന ഒരു സംഘവും കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഈ തെളിവ് ശാസ്ത്രീയ പരിശോധനകൾ നടത്താനുള്ള സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ കിട്ടിയ തെളിവ്, ഈ വ്യാജ തെളിവ് അസൽ തെളിവാണ് എന്ന് ധരിച്ചുകൊണ്ട് വരെ ഒരു പക്ഷേ വാർത്തകൾ പുറത്തേക്ക് ഇദ്ദേഹം വിട്ടുകളയുമായിരിക്കും. ആ വാർത്തകൾ കൊണ്ട് മുറിവേക്കുന്ന മനുഷ്യരുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് സ്വാധീനശേഷി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു, സാമൂഹ്യ മൂല്യം ഉയർത്താൻ സാധിച്ചു, ആസനക്കനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇനി അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടുന്ന സൈദ്ധാന്തിക പാകത കൂടി ശ്രീ ഷാജൻ സ്കറിയ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കൊണ്ട് മുറിവേൽക്കുന്ന മനുഷ്യർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിൽ കാണുമ്പോൾ ഓരോ പൊത്തിപ്പോകാനുള്ള വാസന കാണിച്ചു എന്ന് വരും. അത് അപകടമാണ്. ഇത്രയും ഞാൻ വെട്ടിത്തുറന്ന് പറയുന്നത് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ട് മാത്രമാണ്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരു കേസ് വന്നാൽ അത് നടത്തിക്കൊണ്ട് പോകാനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്. മാത്രമല്ല ഓരോ കേസും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കുള്ള വളം തന്നെയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ കേസുകൾ വരുമ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന പകപ്പ്, അദ്ദേഹം ഒളിവിൽ പോയ സമയത്ത് എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? അദ്ദേഹത്തിന് അനുകൂലിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോഴും അനുകൂലിക്കുന്ന ഒരാളുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യപരമായും മറ്റൊരു തരത്തിലുള്ള തട്ടുകേട്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക്, വേദന അനുഭവിക്കുന്ന നിലയിലേക്ക് പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുകയാണ്, ഇനി വേണ്ടത് വൈകാരിക പാകതയാണ്, സൈദ്ധാന്തിക അച്ചടക്കമാണ്. തീർച്ചയായിട്ടും ബുദ്ധി എന്ന് പറയുന്നതുണ്ട്. ജനങ്ങൾ വിഡ്ഢികളാണെന്നുള്ളത് ഭാഗ്യമാണ്. പക്ഷേ ഈ വിഡ്ഢികളായിട്ടുള്ള ജനത്തിന്റെ ഭാഗം തന്നെയാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്ന വിഡ്ഢികളും. അപ്പോൾ സ്വാഭാവികമായിട്ടും തല്ലാൻ തോന്നി അവർക്ക് കൈതരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധ ഇനിയുള്ള കാലത്ത് വെച്ച് പുലർത്തിയേ പറ്റുള്ളൂ. വർത്തമാനങ്ങൾ വാർത്താരൂപത്തിലേക്ക് വിടുമ്പോൾ കുറെ കരുതലെടുക്കണം. ഭേദ്യം ചെയ്യലല്ല, ചോദ്യം ചെയ്യലാണ് വേണ്ടത് എന്ന് വിചാരിക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവുള്ളത് കൊണ്ട് അപകടമാണ് കാര്യങ്ങൾ. ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ ആകണമെങ്കിൽ നമ്മൾ ഒരു പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ ഇസത്തിന്റെയോ ഭാഗമാണ് എന്ന ചിന്ത പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊടുക്കരുത്. ആരും അത് കൊടുക്കരുത്, ഒരു മാധ്യമ പ്രവർത്തകനും കൊടുക്കരുത്. വസ്തുതകളുടെ വിവരണമാണ് വാർത്ത എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളുടെ അഭിപ്രായങ്ങൾ മുഴുവൻ തോന്നുന്നതും ഊഹങ്ങളും ചിന്തിക്കുന്നതും ഒക്കെ പോങ്ങനെ പോലുള്ള പ്രതികരണ തൊഴിലാളികൾക്ക് പറയാം, പക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് പറയാൻ പറ്റില്ല. പ്രതികരണ തൊഴിലാളികൾക്ക് പറയാം, എന്നെ പോലുള്ളവർക്ക് പറയാം, എന്തും പറയാം. കാരണം ഞാനൊന്നും ഈ സമൂഹത്തിൽ ഒന്നുമല്ല. പക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നിന്റെയും ഭാഗമാകരുത്. അത് ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ മറ്റ് താല്പര്യങ്ങളുടെയോ ഒന്നിന്റെയും ഭാഗമാകരുത്. വസ്തുതകളുടെ വിവരണം. പക്ഷേ അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഷാജൻ സ്കറിയ ചെയ്തിട്ടുള്ള വാർത്തകളുടെ ആ ആശയ വൈവിധ്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വസ്തുതകൾ വിവരിക്കണം, ഊഹാപോഹങ്ങൾ പങ്കുവയ്ക്കരുത്. അത് യൂട്യൂബർമാരുടെ ഒരു ജോലിയാണ്. അതായത് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവരുടെ ജോലിയാണ്, പ്രതികരണ തൊഴിലാളികളുടെ ജോലിയാണ്. അവർക്ക് എന്തും ആവാം. മാധ്യമ സുഹൃത്തുക്കൾ താങ്കളെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ യൂട്യൂബർ ഷാജൻ സ്കറിയ എന്നാണ്. ഞാൻ താങ്കളെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തന്നെയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ദയവായി കുറച്ചുകൂടി ഒരു വൈകാരിക പാകതയും ഒരു സൈദ്ധാന്തിക അച്ചടക്കവും പുലർത്തിക്കൊണ്ട് വാർത്തകൾ കൊണ്ടുവന്നാൽ താങ്കളെ അത്രമാത്രം ജീവന തുല്യം സ്നേഹിക്കുന്ന താങ്കളുടെ ആ വലിയ പ്രേക്ഷക സമൂഹത്തിന് അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഇന്നത്തെ കാലത്ത് ഒരു അല്പം സാമൂഹ്യ മൂല്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക, സ്വാധീനശേഷി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം
പുണ്യം നിറഞ്ഞ ഒരു കാര്യമാണെന്നുള്ള വിചാരമാണ് എനിക്കുള്ളത്. കാരണം എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കച്ചവട ബുദ്ധി കൊണ്ട്, നമ്മുടെ ഈ വളർച്ച വിരുതുകൊണ്ട് സമൂഹത്തിന് ഗുണമാകുക നമ്മൾക്ക് അനുഭവിക്കാം. എന്നാൽ അതിൻ്റെയോടൊപ്പം തന്നെ സമൂഹത്തിന്, സാധാരണ മനുഷ്യരിലേക്ക് അതിൻ്റെ പ്രയോജനം ചെല്ലുന്ന, എന്നാൽ അവരുടെ സ്നേഹം മുഴുവൻ, അവരുടെ സമയവും സ്നേഹവും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് പോവരുത് നമ്മളുടെ ഒരു വർത്തമാനവും ഒരു ആശയ പ്രചരണവും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന വളരെ സ്നേഹ സാഹോദര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ പറയുന്നു, നേരത്തെ താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം ഇവിടെ പറയാതെ നിർത്തുന്നതും ശരിയല്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞ് താങ്കളൊരു പോസ്റ്റ് ഇട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഭേദ്യം ചെയ്യാതെ ചോദ്യം ചെയ്യാനുള്ള ശേഷി കമ്മികൾക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ താങ്കളുടെ ശത്രുക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ താങ്കളെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ചോദ്യം അവർ ചോദിക്കുമായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എങ്ങനെയാണ് പെൺവേട്ടക്കാരൻ എന്ന പ്രയോഗം താങ്കൾ ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും ബലാത്സംഗം ചെയ്തതായിട്ട് നമുക്കറിയില്ല. അതിനൊരു തെളിവ് നമ്മുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ എത്തിയിട്ടില്ല. അയാളൊരു കോഴിയാണെന്ന് വേണമെങ്കിൽ ആരോപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ ഉണ്ട് താനും. പക്ഷെ പെൺവേട്ടക്കാരൻ എന്ന പ്രയോഗം തന്നെ താങ്കൾ നടത്തി. എനിക്ക് സങ്കടം തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പിന്തുണച്ചു എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ വന്ന് പറഞ്ഞത് നായർ സ്പിരിറ്റ് കൊണ്ടാണ്. ഞാൻ രാഹുൽ നായരാണെന്ന് പോലും മനസ്സിലാക്കിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. ന്യായം അവിടെയാണെന്നുള്ളത് കൊണ്ടാണ്. കാരണം അയാൾ കോഴിയാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അയാൾ പെൺവേട്ടക്കാരനല്ല. എന്നാൽ അതേ സമയത്ത് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം മറ്റേ എബിൻ വർക്കിയോ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. ഒരാൾ പോലും അത് നസ്രാണിപ്പറ്റ് കൊണ്ടാണ്, എൻ്റെ നായർപ്പറ്റ് പോലെ നസ്രാണിപ്പറ്റ് കൊണ്ടാണെന്ന് താങ്കളോട് പറഞ്ഞില്ല. അതാണ് നമ്മുടെ ഈ നാടിൻ്റെ ഒരു സവിശേഷത. ഞാൻ അനുഭവിക്കുന്ന ഒരു ദുര്യോഗവും താങ്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മഹനീയമായിട്ടുള്ള ഒരു സാധ്യതയും അതാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വത്തിൻ്റെ സവിശേഷത. താങ്കൾക്ക് എബിൻ വർക്കി എന്ന് പറയുന്ന ആളാണ് അവിടെ വരേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ ക്രൈസ്തവ നാമം തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ വർഗീയവാദി ആരുമാക്കില്ല ഈ നാട്ടിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നായരാണെന്ന് പോലും എനിക്ക് മനസ്സിലാവാതെ രാഹുലിൻ്റെ ആ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയുമ്പോൾ അയാളെ വിമർശിക്കാൻ മാത്രമുള്ള യോഗ്യത നമുക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാളുടെ ജാതി മനസ്സിലാക്കിയ ആൾക്കാർ പറയുന്നു ഞാൻ പോങ്ങൻ നായരത്തും പറഞ്ഞു. എന്ത് ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, താങ്കൾക്ക് എല്ലാ തരത്തിലുള്ള സവിശേഷതകളും സവിശേഷ പ്രാധാന്യവും സമൂഹത്തിൽ കൽപ്പിച്ച് ലഭിക്കുമ്പോൾ അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള മനസ്സാണ് താങ്കൾ കാണിക്കേണ്ടത്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ പറയുന്ന രാഹുലിനെ അത്രയും നിശിതമായി വിമർശിച്ചിട്ട് താങ്കൾ പിന്നീട് എഴുതിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രാഹുലിനെ വീഴ്ത്താനോ വാഴ്ത്താനോ അല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ നിലപാടുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് താങ്കൾ ആത്മാർത്ഥമായി ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺവേട്ടക്കാരൻ എന്ന നിലയിൽ രാഹുലിനെ വിശേഷിപ്പിച്ചതെന്നുള്ള ഒറ്റ ചോദ്യം, ആ ഒറ്റ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി നൽകേണ്ടി വരുമായിരുന്നുവെങ്കിൽ താങ്കൾ വെള്ളം കുടിക്കുമായിരുന്നു. എന്തായിരുന്നു ആ മനുഷ്യനെതിരെയുള്ള പെൺവേട്ടയ്ക്കുള്ള തെളിവ് താങ്കളുടെ കൈവശമുള്ളതെന്നുള്ള ഒരു ചോദ്യം കൂടി വന്നാൽ, അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിരത്തേണ്ടി വന്നാൽ സ്വാഭാവികമായും അത് ചിലപ്പോൾ കടുപ്പപ്പെട്ടു പോവില്ലായിരുന്നു, അല്ലേ? ഏത് നിലയിലും ഒന്നുകിൽ രാഹുലിന് പ്രശ്നം, അതല്ലെങ്കിൽ താങ്കൾക്ക് പ്രശ്നം. ഞാൻ ഈ പറയുന്നത്, ലോകത്ത് ഒരു ഭാഗത്തു മാത്രമായിട്ട് സത്യവും ധർമ്മവും നീതിയും നിൽക്കില്ല. നമ്മളിലെല്ലാം ഇതിൻ്റെ ഏറിയും കുറഞ്ഞുമൊക്കെ ഉണ്ട്. ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിൻ്റെ ഒരു വശത്തു മാത്രം ശരിയും മറുവശത്ത് പൂർണ്ണമായിട്ടും തെറ്റുമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തെറ്റിൻ്റെയും ശരിയുടെയും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഒക്കെ ആ സന്തുലിതാവസ്ഥ തകരാത്ത നിലയിൽ ബുദ്ധിപൂർവം നാവാട്ടിയാൽ നല്ലതാണ്. ഇപ്പോൾ ശ്രീ ഷാജൻ സ്കറിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് കോടതികൾക്ക് അല്ലെങ്കിൽ വക്കീലന്മാർക്ക് കൊടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. ഇനി അതിൻ്റെ ഒരു ചെറു ശതമാനം എണ്ണത്തോണിയിൽ കിടന്നുകൊണ്ട് കണ്ട ആയുർവേദ ചികിത്സകർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധി തന്നെയാണ്. നമ്മുടെ ഈ നാവാട്ട് തൊഴിൽ ഏർപ്പെട്ടു പോകുന്ന ഏതൊരാളും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഊഹങ്ങൾ പറയരുത്. താങ്കളെ പോലെ സാമൂഹ്യ മൂല്യവും സ്വാധീനശേഷിയുമുള്ള മനുഷ്യർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഇദ്ദേഹത്തെ ഏതെങ്കിലും ഒരു വ്യക്തി സംഘിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ തല്ലാൻ പോയി കഴിഞ്ഞാൽ ആ തല്ലുന്നവൻ കുറ്റവാളി മാത്രമല്ല വിഡ്ഢിയായ കുറ്റവാളി കൂടിയായി മാറും എന്ന് ഞാൻ പറയുന്നുള്ളൂ. നാണക്കേടാണത്. എന്തായാലും അവസാനിപ്പിക്കാനായി ഒരു കാര്യം കൂടി പറയാം. തീർച്ചയായിട്ടും ശ്രീ ഷാജൻ സ്കറിയെ ആരെങ്കിലും ഭയക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഭയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭയക്കേണ്ടത് സ്വന്തം വിശകലന പാടവത്തിലുള്ള അഭാവത്തെക്കുറിച്ച് മാത്രമാണ് വേവലാതിപ്പെടേണ്ടതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയിലാണ് ഏറ്റവും കൂടുതൽ ഭയം വേണ്ടത്. അല്ലാതെ ഒരു
വ്യക്തിയെ ഭയന്നിട്ട് യാതൊരു കാര്യവുമില്ല. ശ്രീ ഷാജൻ സ്കറിയയോട് ആർക്കും ഭയം വേണ്ട. വേണമെങ്കിൽ ഒരു അല്പം ജാഗ്രത എടുത്തോളൂ എന്നല്ലാതെ ഭയക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരദോഷത്തെ മാത്രമാണ്. ആളുകളെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവില്ലായ്മയെ മാത്രം ഓർത്ത് നിങ്ങൾ ഭയന്നാൽ മതി. നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ചിലത് അടികൊണ്ടല്ല, അവഗണന കൊണ്ടാണ് ചില പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത്. എല്ലാം ഭേദ്യം ചെയ്യലിലൂടെയല്ല, ചോദ്യം ചെയ്യലിലൂടെയാണ് ജനാധിപത്യ സമ്പ്രദായത്തിൽ തിരുത്തലുകൾ വരുത്തേണ്ടത്. അതുകൊണ്ട് ഭേദ്യം ചെയ്യാതെ ചോദ്യം ചെയ്യാനും അടികൊടുക്കാതെ അവഗണന നൽകിക്കൊണ്ടുമൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, വൈരാഗികളെ കൈകാര്യം ചെയ്യാനുള്ള വിരുദ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പോങ്ങനി സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ശ്രീ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു നിലയിലും വിമർശിക്കുകയല്ല ഞാൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിയമപരമായിട്ടുള്ള വേട്ടയാടലുകൾ കടന്നുകൊണ്ട് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ വഴികളിലൂടെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ പൂട്ടാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും വൈരാഗ്യ ബുദ്ധിയുള്ളവർ രണ്ട് പൊത്താൻ ആഗ്രഹിച്ചു പോകും. അത് ഗതികെട്ടു പോകുന്ന, തോറ്റുപോകുന്ന മനുഷ്യരുടെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്തകൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലയിലേക്കായി പോവാതെ വസ്തുതകളുടെ വിവരണമായി അതിനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അത് നല്ലതാണ്. എന്ന് മാത്രവുമല്ല, ഒരു മാധ്യമ പ്രവർത്തകനും ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെ ഭാഗമായി സമൂഹം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു നല്ല മാധ്യമ പ്രവർത്തനമല്ല. അങ്ങനെയുള്ളവരെ നല്ല മാധ്യമ പ്രവർത്തകരെന്ന് നമുക്ക് കാണാനും പറ്റില്ല. അതുകൊണ്ട് ഭേദ്യം ചെയ്യാതെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക. അടി കൊടുക്കാതെ വിരോധ ബുദ്ധിയുള്ളവരെ അവഗണിച്ചുകൊണ്ട് അവരെ അവശരാക്കാൻ വേണ്ടുന്ന നീക്കങ്ങൾ നടത്തുന്നതാണ് ഒരു ജനാധിപത്യ മര്യാദ. സ്നേഹം. കാണാം.